നല്ലൊരു ഫൺഫിൽഡ് എൻ്റർടൈനറാണ് ഡ്രാഗൺ. നല്ലൊരു സബ്ജക്റ്റാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. നല്ലൊരു മോറലുള്ളൊരു പടം. മര്യാദയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു അവാർഡ് പടവേണ്ട ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു പക്ക ഉപദേശം. ഇതെന്താ ഒരു ബൂമർ പടം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ സബ്ജക്റ്റിനടുത്ത് ഒരു പക്ക കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലുള്ള ഒരു എൻ്റർടൈനറായിട്ട് സിനിമ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറേ പേരിലേക്ക് ആ സബ്ജക്റ്റ് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് ഉള്ളിൽ കയറും. സോ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഓക്കെ നല്ലൊരു പടമാണ്, നല്ലൊരു മെസ്സേജ് ഉള്ളൊരു പടം എന്ന രീതിയിൽ പുറത്തേക്ക് വരാൻ പറ്റുന്ന ചുരുക്കം ചില സിനിമകളിലൊന്നാണ്. ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ സിനിമകൾ ഇറങ്ങാറില്ല. അതിൻ്റെ കണ്ട് പുറത്തിറങ്ങിയിട്ട് ആൾക്കാർക്കൊരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ആൾക്കാർക്ക് കണ്ടിറങ്ങുന്ന അല്ലെങ്കിൽ ടാർഗറ്റഡ് ഓഡിയൻസിന് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് വേണ്ട. സോ അങ്ങനത്തെ ഉള്ളൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ നല്ല മെസ്സേജ്, നല്ല ട്രീറ്റ്മെൻറ്റിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കഴിവുള്ളൊരു പടം. സോ തീർച്ചയായിട്ടും എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കണം, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടും. മെയിനായിട്ട് ഈ കോളേജ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് ഇത് കാണേണ്ടത്. കാരണം സിനിമയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ വേണ്ടാത്തത് നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പോൾ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഒക്കെ തന്നെ ഈ സിനിമയിൽ ഇത്ര മാസമായിട്ട് കാണിക്കുന്ന സീക്വൻസുകളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് പലരും ചെയ്തു തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാവും. സിനിമയെ കാണിക്കുന്ന പോലെ തന്നെ ലൈഫിൻ്റെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്നും ആവാൻ പാടില്ലായിരുന്നു എന്നാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. സോ ആ ഒരു കമ്മിങ് ഓഫ് ഏജ് പോലെ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിനെ നീറ്റായിട്ട് കാണിച്ച് ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഉണ്ടാവും, ഓരോന്നിനും ഓരോ കോൺസിക്വൻസസ് ഉണ്ടാവും. കുറുക്കോഴിക്കോടെ ഒരിക്കലും നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ ആയിപ്പോയി പെട്ടിട്ടുണ്ടെങ്കിലും രണ്ടാമതൊരു ചാൻസ് ഉണ്ട്, തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതൊക്കെ തന്നെ സിനിമ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നല്ല ഫണ്ണായിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് അവസാനം നല്ല ഇതിന് എൻ്റെ നോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സിനിമ ഞാൻ പോക്ക് വിചാരിച്ചപ്പോൾ ഒരു സാധാരണ പടം, ഇതിലിപ്പോൾ എന്താ പ്രത്യേകിച്ചുള്ളത്, ഒരു ഹീറോയിസം കാണിക്കാനുള്ള അല്ലെങ്കിൽ ആ ഹീറോ സക്സസ് ആവുന്ന രീതിയിലുള്ളൊരു പടം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സിനിമ ഒരു ചെറിയ ടേൺ നടത്തും. അത് ഗംഭീരമായിട്ടുണ്ട്. സോ ഇതിന് എൻ്റെ നോട്ട് അടിപൊളിയാണ്. സോ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടും ഈ കോളേജ് സ്കൂൾ പയ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടം. സോ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു പടമാണെന്ന് പറയാം. ആൻഡ് പ്രദീപ് രംഗനാഥൻ ഈ സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു റോൾ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതിന് മുമ്പ് പുറത്തിറങ്ങിയ ലവ് ടുഡേ എന്ന പടം, ആദ്യം ഡയറക്റ്റ് ചെയ്ത കോമളി എന്ന പടത്തിലൊക്കെ തന്നെ ഇതേപോലത്തെ ഒരു മോറൽ ഉണ്ടായിരുന്നു. സോ സബ്ജക്ട് സെലക്ഷൻ കിഡില്. ആൻഡ് ആൾക്ക് ഇങ്ങനെ അഴിഞ്ഞാടാൻ പറ്റിയ സാധനങ്ങളൊന്നുമില്ല. കമ്പയർ ടു ഇപ്പോൾ ലവ് ടുഡേയിലൊക്കെ അതിൻ്റെ ട്രാക്കേ വേറെയാണ്. സോ അതിലെ പോലെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് എന്തെങ്കിലും കാണാൻ പറ്റിയില്ലെങ്കിൽ ഈ റോളിന് ഇദ്ദേഹം ബ്ലെൻഡ് ആയിട്ട് പോകുന്നുണ്ട്. പ്രദീപ് മാത്രമല്ല, സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന മറ്റെല്ലാവരും തന്നെ നല്ല നീറ്റായിട്ടുള്ളൊരു ക്യാരക്ടർ അവർക്ക് പ്രോപ്പറായിട്ടുള്ള സ്പേസ് അതിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുപമയുടെ ഒക്കെ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്. ദെൻ മിസ്കിൻ്റെ ക്യാരക്ടറും GVMൻ്റെ ക്യാരക്ടറും ഒക്കെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും സിനിമയിൽ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഈക്വൽ ഇമ്പോർട്ടൻസ് എല്ലാ ക്യാരക്ടേഴ്സിനും കൊടുത്ത് നീറ്റായിട്ട് എഴുതിയിട്ടുള്ളൊരു പടം. നമ്മുടെ ഓ മൈ കടവുൾ എന്ന സിനിമയുടെ ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ആൻഡ് അതിലെ കുറേ റെഫറൻസുകളുണ്ട്, ലവ് ടുഡേയിലെ കുറേ റെഫറൻസുകളുണ്ട്, പ്രേമത്തിലെ കുറേ റെഫറൻസുകളുണ്ട്. ഇങ്ങനെ എല്ലാവരും കൂടി ചേർത്ത് ഇപ്പോഴത്തെ ആ ഒരു ഏജ് ഗ്രൂപ്പില്ല, ആ ഒരു ജനറേഷന് പറ്റിയ പടമാണ്. എന്നാൽ എല്ലാവർക്കും കൂടി കാണാൻ പറ്റുന്ന, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന, മറ്റവർക്കായിരിക്കും കുറച്ചും കൂടി കൂടുതലായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണക്റ്റ് ആവുക. ആൻഡ് നമുക്ക് ഇപ്പോൾ കണ്ടുപരിചയമുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ഈ ഒരു പടത്തിൽ. സോ നല്ല ടാലൻസിനെ എടുത്ത് അവർക്കും പ്രോപ്പറായിട്ട് റോൾ കൊടുത്ത് ഒരു ഫുൾ ലെങ്ത് റോൾസ് കുറേ പേർക്കുണ്ട്. നമ്മളിപ്പോൾ കണ്ടുപരിചയമുള്ള കുറേ യൂട്യൂബേഴ്സിനൊക്കെ തന്നെ ഫുൾ ലെങ്ത് റോളും ഉണ്ട് പടത്തിൽ. ആൻഡ് ഈ സിനിമ കുറച്ച് ലെങ്ത് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു 3 മണിക്കൂറിന് കാണുമ്പോൾ 2.5 ഉള്ളൂ, പക്ഷേ ഫീൽ ചെയ്ത് ഒരു 3 മണിക്കൂറിൻ്റെ പടമായിട്ടാണ്. പക്ഷേ ലെങ്ത് ഉണ്ടെങ്കിലും നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടിരിക്കുന്ന ഒരു സമയത്തും നമുക്ക് ബോറടിയോ ലാഗടിയോ ഒന്നും ഇല്ലാത്ത നല്ല മോറൽ തരുന്ന, നല്ലൊരു മെസ്സേജ് തരുന്ന നല്ലൊരു പടം. സോ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എൻജോയ് ചെയ്ത് കാണുക, ഫാമിലി ആയിട്ട് പോവുക. ഒരു നല്ല സാറ്റിസ്ഫൈങ് ഫീൽ നിന്ന് പുറത്തിറക്കുന്ന ഒരു പടമാണ്. ഓൾറെഡി സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.